നമുക്കൊന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഒരുപാട് നാളായി അമ്പലത്തിൽ പോയിട്ട്. അപ്പം നമ്മുടെ ടെമ്പിൾ ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ അവിടെ ചൂടൊക്കെ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ നിൽക്കാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു വെപ്രാളം. വലിയ അലങ്കാര പണികളൊന്നും ഇല്ലാത്തൊരു സാധാരണ ഒരുക്കാണ് കേട്ടോ. അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു വരുന്നു. ഇതെൻ്റെ അമ്മയുടെ സാരി വെട്ടി തയ്പ്പിച്ച പട്ടുപാടാണ്. ഞാനിപ്പോൾ കുറച്ച് മെലിഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കിത് കുറച്ച് ലൂസ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് എൻ്റെ പട്ടിഷോ കാണിച്ച് കുറച്ച് ഹെയർ ഒക്കെ ഡ്രൈ ചെയ്തിട്ട് ഞാൻ കുറച്ചൊന്ന് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ മോൻ വന്നു. ചേച്ചി ഞാൻ അങ്ങനെ നമുക്കും ഇരിക്കട്ടെ ഒരു ട്രാൻസിഷൻ. ഈ ട്രാൻസിഷന് മുന്നുള്ള പെടാപ്പാടൊക്കെയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന് വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇഷ്ടമില്ലാത്ത പോലെ കുറച്ച് ഷോ ഒക്കെ കാണിക്കും കേട്ടോ. അങ്ങനെ അവനെ റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കി ഒരുങ്ങൽ പരിപാടിയൊക്കെ ചെയ്ത് തലയൊക്കെ ഒന്ന് കെട്ടിയത്. ഇത്രയൊക്കെ ഒരുങ്ങിയിരുന്നാൽ ഈ വേർത്ത് മൊത്തത്തിലൊരു എണ്ണമയം ഫീലാണ്. പിന്നെ ഏട്ടനെ വിളിച്ച് വീഡിയോ കോളിൽ സംസാരിച്ച് അമ്പലത്തിൽ പോകാണെന്നൊക്കെ പറഞ്ഞ് ചെറുബിയൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അവനിങ്ങനെ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു ചിരിയും സന്തോഷമൊക്കെയാണ് പുറത്തിറങ്ങുന്നത് കൊണ്ട്. അല്ലെങ്കിൽ ആൾ ഇത്രയധികം നല്ല കുട്ടിയൊന്നല്ല. ഞങ്ങൾ മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് കേട്ടോ വന്നത്. ആറ്റുകാലമ്മയുടെ എഴുന്നള്ളത്തൊക്കെ ഇവിടെയാണ് നടക്കുന്നത്. തറയിലിറക്കി വിട്ട ഈ ഓട്ടോ ആയിരുന്നു. എന്നെ കഷ്ടപ്പെടുത്തിയിട്ട് വല്ല വിധേനെ എടുത്തുകൊണ്ട് പുറത്ത് വന്നു. ഇവന്റെ പുറകെ ഓടി ദാഹിച്ച് ഓപ്പോസിറ്റ് കടയിൽ കയറി പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമല്ല. ജ്യൂസ് നല്ല തണുപ്പായതുകൊണ്ട് അവന് കൊടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ മോനെ കൊണ്ട് അമ്പലത്തിൽ പോകണമെന്നുള്ള എൻ്റെ ആഗ്രഹം നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നല്ല വികൃതി കുട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻസിൽ ഷെയർ ചെയ്തേക്കണേ. അപ്പം ടാറ്റ.